എല്ലാവർക്കും ലണ്ടൻ വിശേഷങ്ങളായിട്ട് സിബിച്ചനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ യുണൈറ്റഡ് കേരളത്തിലെ യാത്രകളിലാണ്. ഇത്തവണത്തെ യാത്ര നമ്മൾ കോഴിക്കോട്ടേക്കാണ്. നമ്മുടെ കോഴിക്കോട്ട് ഉള്ള ഒരു ഹൗസ് ബോട്ടിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇവിടേക്ക് ഞങ്ങള് പറഞ്ഞല്ലോ, കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങള് വടകര വഴിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കോഴിക്കോട് ടൗണിലേക്ക് വന്നത്. അപ്പോൾ 1947 മുമ്പ്, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് സായിപ്പന്മാര് പണിത ഒരു പാലമുണ്ട്, മൂരാട് പാലം എന്ന് പറഞ്ഞിട്ട്. വടകര ടൗൺ എത്തുന്നതിന് മുമ്പായിട്ടാണ് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വടകരയ്ക്ക് പോകുമ്പോൾ ഉള്ള പാലം. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂരാട് പാലം ഇപ്പോൾ 6 വരിയായിട്ട് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മൂരാട് പാലത്തിന്റെ മുകളിലൂടെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് മംഗലാപുരത്തേക്ക് ഒരു തവണ കാറിന് പോണ സമയത്ത് മൂരാട് പാലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഏകദേശം 1.5-2 മണിക്കൂർ നമുക്ക് വടകര ടൗണിലോ മൊത്തത്തിൽ ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ഇപ്പൊ അതെല്ലാം നമ്മൾ സുഖമായിട്ട് അങ്ങ് ക്രോസ് ചെയ്ത് കൂളായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഓടിക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല സുഹൃത്തുക്കളും വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പരാതിയായിട്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്, എടാ ഇവിടെ കോഴിക്കോട് എത്തിയിട്ട് എന്താ ഇതിൽ വരാതെ പോയതെന്ന്. പക്ഷെ സത്യം പറയാലോ, നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങളാണ് വന്നത്. അതുപോലെ തന്നെ വന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്പീഡിൽ ഒരു സ്ഥലത്തും എത്താനായിട്ട് സാധിച്ചില്ല. ഈ റോഡ് പണി കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ലേറ്റ് ആയിട്ടാണ്. ഇതാണ് എൻ്റെ കോഴിക്കോട്ടിലുള്ള വീട്. അപ്പോൾ നമ്മൾ 10-11 വർഷം താമസിച്ച സ്ഥലമാണിത്. ഒറ്റ അയൽവക്കത്തെ വീട്ടിലെ അമ്മയുടെ അടുത്ത് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കോഴിക്കോട് ടൗണിൽ കണ്ടൊരു കാഴ്ചയാണ്. ഇങ്ങനെയുള്ള ഫിസിക്കൽ എക്സർസൈസിന് വേണ്ടിയിട്ട് ഓപ്പൺ ജിം നമ്മുടെ നാട്ടിൽ പല കൺസ്ട്രക്ഷനിലായിരുന്നു. പക്ഷെ നമ്മൾ സുഹൃത്തിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ദൂരേന്ന് സൂം ചെയ്ത് ആ ലോട്ടസ് ടെമ്പിൾ കാണാനായിട്ട് സാധിച്ചു. ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതിന്റെ കൺസ്ട്രക്ഷനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കോഴിക്കോട് അത്രയും സമയം നമുക്ക് ചെലവഴിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പൊ പിന്നീട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അടുത്ത സ്വീകരണ സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, 6 വരി പാതയുടെ കൺസ്ട്രക്ഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അടുത്തൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് നമുക്ക് യാതൊരു എന്താ പറയണേ, ഭയങ്കരമായിട്ടുള്ള ടൈം ലോസ് ആണ്. അപ്പൊ അവധിയൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളാണ് ഈ സമയം ഈ റോഡിൽ പോണത് കേട്ടോ. ഈ പോകുന്ന വഴിയിലുള്ള കൂട്ടുകാരന്മാരുടെ സുഹൃത്തുക്കളുടെ ഒക്കെ വീട്ടിൽ നമ്മൾ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിനെ, നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ മക്കൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ ഫാബിയനൊക്കെ മാങ്ങയൊക്കെ നേരിട്ട് ഇങ്ങനെ മരത്തിൽ നിന്ന് തന്നെ പറിക്കാൻ പാകത്തിന് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ വാ നമുക്ക് പറിച്ചു കൊടുക്കാം, കൊച്ചുങ്ങളെ കൊണ്ട് പറിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ 1-2 പേര്. അപ്പൊ ഈ കുതിരവാലൻ ചെടി എന്ന് പറഞ്ഞിട്ടുള്ള ചെടി കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ അത് കൊച്ചുങ്ങൾക്ക് വെച്ചു കൊടുക്കുക, അതൊക്കെ എന്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് കൊച്ചുങ്ങൾക്ക് കുതിരവാലൊക്കെ വെച്ചു കൊടുത്ത്. ശരിക്കും നമ്മുടെ കുഞ്ഞു ചെറുപ്പം എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ ഫാബിയന് കുതിരവാല, നീ വന്നേ, ഓർക്ക് ഒരു വാല് വെച്ച് കൊടുക്കുന്നു പറഞ്ഞ് പിന്നെ 3 പേർക്കും വാല് വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് പിള്ളേർക്ക് ശരിക്കും നന്നായിട്ട് പിള്ളേര് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഓരോ അറിവ്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പുതിയ അറിവ് കിട്ടുക എന്നുള്ള രീതിയിൽ ഓരോ ട്രിപ്പുകളും. അപ്പൊ അവിടെ ചെന്നപ്പോ എന്ന് വെച്ചാൽ ഈ സുഹൃത്തിന്റെ വീട്ടിൽ ജസ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒളവപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടിംഗ് സംഭവം ഉണ്ട്. അപ്പൊ ഈ ഒളവപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഹബിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴിയാണ് ഈ കാണുന്നത്. ശരിക്കും ഇതൊരു പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. കോഴിക്കോട് ഒളവപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമരകം പോലെ ബോട്ട് സർവീസുകളും അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകളും ഒക്കെ ഉള്ള ഒത്തിരി ബോട്ട് സർവീസുകളുള്ള ഒരു സ്ഥലമാണ് ഒളവപ്പാറ. അത് വളർന്നു വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് കുണ്ടും കുഴികളും ഒക്കെ നിറഞ്ഞ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ ഭാഗം മാത്രമാണ് ഇത്രയും മോശമായിട്ടുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും നല്ല വൃത്തിയുള്ള റോഡുകളാണ്. എന്നിരുന്നാൽ പോലും ആ എൻഡിലോട്ട് എത്തുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയിട്ടുള്ള ഒളവപ്പാറയിലോട്ട് എത്തുമ്പോൾ വഴി ഭയങ്കര മോശമാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ റിയാസ് മന്ത്രി കോഴിക്കോട് തന്നെ ബേപ്പൂര് ഉള്ള ആളാണല്ലോ, അദ്ദേഹത്തിനൊക്കെ ഇത് ഇനീഷ്യേറ്റീവ് എടുത്ത് ശരിയാക്കാവുന്ന കാര്യങ്ങളുള്ളൂ.
അങ്ങനെ ഞങ്ങള് വളവപ്പാറയില് നമ്മുടെ ഒരു സുഹൃത്തിന് ഭയങ്കരമായിട്ടുള്ള മത്സ്യ കൃഷികളും മീൻ കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കാണണം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ പോയത്. അപ്പൊ അവിടെ ചെന്നു. അത് കഴിഞ്ഞിട്ട് വളവപ്പാറ ബോട്ട് സർവീസിലോട്ടുള്ള യാത്രയിൽ കണ്ട ഈ കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ ആക്കി ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇങ്ങനെ എടുത്തത്. കാരണം ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക്, ഇപ്പൊ ഒരു വിദേശി ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ബോട്ടിംഗ് ആസ്വദിക്കും, പക്ഷെ ബോട്ടിങ്ങിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ ആസ്വദിക്കില്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വൃത്തിയുള്ള റോഡുകളും കുണ്ടുകുഴിയില്ലാത്ത റോഡും കൃത്യസമയത്ത് എത്താനുമായിട്ടുള്ള മാർഗങ്ങളൊക്കെയാണ് അവര് വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊന്നും പ്രശ്നമല്ലാത്തതുകൊണ്ട് ഈ 2.5 കൊല്ലം മുമ്പ് ഞാൻ യൂറോപ്പിലോട്ട് UK പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതേ വീട്ടില് ഇതേ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിരുന്നു. കാരണം ഒരു ടാറ്റയൊക്കെ പറയാനായിട്ട് പോയ സമയത്ത് നമുക്ക് ഇതേ വഴി ഇതുപോലെ തന്നെയാണ് കിടന്നത്. ഈ 2.5 വർഷമായിട്ടും ഇതിങ്ങനെ തന്നെ കിടക്കുന്നതിൽ വളരെ സങ്കടവും നിരാശയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത്രയും ഭാഗം, ഈ ഒരു 4-5 കിലോമീറ്റർ ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഞങ്ങള് തെങ്ങിൻ തോപ്പുകളിൽ കാർ പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒളവപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തി. ഈ പറയുന്ന ബോട്ട് സർവീസ് നമുക്കിടെ സുഹൃത്തുക്കളായിട്ടുള്ള 30ഓളം സുഹൃത്തുക്കള് അവരുടെ ഒരു സംരംഭമാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളി സംഭവമാണ്. ബോട്ടിങ് പാർട്ടി അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു പാർട്ടികൾക്ക് വലിയ എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് 2 ടൈപ്പുള്ള ബോട്ടുകളുണ്ട്. ഒന്ന് ചെറുതുണ്ട്, ഒന്ന് ഹൗസ് ബോട്ട് പോലത്തെ വലിയ ഫംഗ്ഷൻ നടത്താൻ പാകത്തിനുള്ള ബോട്ടുണ്ട്. ഈ ബോട്ടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മത്സ്യകൃഷി ഉണ്ട്, കൂട് കൃഷി ഉണ്ട്, കണ്ടൽക്കാടുകൾ കാണാൻ പറ്റും. നമ്മുടെ കടലിന്റെ അറ്റത്തേക്ക്, കടലിലേക്ക് പോകുന്ന ഇത് ബാക്ക് വാട്ടർ ആണ്. ഈ ബാക്ക് വാട്ടറിൽ നിന്ന് നമ്മൾ കടലിലോട്ട് പോകുമ്പോൾ ആ കടലിന്റെ എൻഡില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്ടുകാർക്ക് സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ എൻഡില് എന്ന് വെച്ചാൽ കടലും മറ്റേ കായലും ചേരുന്ന ആ ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷന്റെ അവിടെ വരെ നമ്മൾ പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യാട്ടോ. ബോട്ടാണെങ്കിൽ നമുക്ക് മണിക്കൂറിനാണ് റേറ്റ്. 1 മണിക്കൂർ യാത്രയ്ക്ക്, 1.5 മണിക്കൂർ യാത്രയ്ക്ക്, അങ്ങനെ നമ്പർ ഓഫ് ആളുകൾക്ക് അതനുസരിച്ചും റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാവരും കയറി. നമുക്കിടെ ചെന്ന സമയത്ത് അത്യാവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ബോട്ട് അവർ ഓടിക്കുമായിരുന്നു. കാരണം നമ്മൾ ചെല്ലുന്ന സമയങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടത്തിനുള്ള സമയമാണല്ലോ, അല്ലാതെ ടൂറിസ്റ്റുകൾ വരുന്ന കൃത്യസമയമല്ലല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഏകദേശം 2 മണി സമയത്താണ് ഞങ്ങൾ ഈ പറഞ്ഞ ഒളവപ്പാറയിൽ ചെന്നത്. അപ്പൊ ആ ഒളവപ്പാറയിൽ ചെന്ന സമയത്ത് പുള്ളിക്കാരൻ ഈ ബോട്ട് ഓടിക്കുന്ന ബാബുചേട്ടൻ ചോറിനാൻ വേണ്ടി പോയിരുന്നു. പിന്നെ ബോട്ടിന്റെ ഇവരൊക്കെ ഒരു ഷെയർ ഹോൾഡേഴ്സ് ആണ് ഈ ബോട്ടിന്റെ കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ നമ്മുടെ ഒരു സുഹൃത്ത് ബേക്കറിയുള്ള സുബീഷേട്ടനുണ്ട്. സുബീഷേട്ടനെ വിളിച്ചു. സുബീഷേട്ട അങ്ങനെ ഞങ്ങൾക്കൊന്ന് ബോട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, ഞങ്ങളെല്ലാരും കൂടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബാബുചേട്ടനെ വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തി ബോട്ട് ഓണാക്കി എടുത്തു തരുമായിരുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് സാധിക്കുന്നത് കേട്ടോ. ഒളവപ്പാറ ബോട്ട് സർവീസുകളായിട്ട് ഒരു 10-20 ബോട്ട് സർവീസുകൾ ഇപ്പൊ പുതുതായിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോ ബോട്ട് ജെട്ടി ഉണ്ട്. ഓരോ ബോട്ട് ജെട്ടിയിലും ഓരോ സർവീസ്. കുറെ സ്ഥലങ്ങളുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. പുറക്കാട്ടിരി, ഒളവപ്പാറ, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ബോട്ട് സർവീസുകൾ ഉണ്ട്. ബോട്ടും പാട്ടും അപകടങ്ങൾ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാനുള്ള നമ്പറൊക്കെ കാര്യം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ബോട്ടിൽ സർവീസിനൊക്കെ നമുക്ക് പുഴയിലൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മൊബൈലൊക്കെ എടുത്ത് വിളിക്കാൻ പറ്റൂ. എന്തായാലും അതിന്റെ ലോജിക്ക് എന്താന്ന് മനസ്സിലാകുന്നില്ല. ബട്ട് നമ്മൾ ആ റൈഡ് നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പിള്ളേർക്ക് പാട്ടൊക്കെ വെച്ച് ആ ചേട്ടന്മാർ കൊടുത്തു. അപ്പൊ അങ്ങനെ ട്രാവൽ ചെയ്യണ സമയത്ത് ബാബുചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് ഇത് കണ്ടോ, കിളികൾ ഈ ബോട്ടിന്റെ പുറകെ ഇങ്ങനെ കിളികൾ വരുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിന്റെ എഞ്ചിൻ ഇങ്ങനെ ഇത് കറങ്ങണ അനുസരിച്ചിട്ട് ആ വെള്ളത്തിന്റെ ഓളം വെട്ടുമല്ലോ. ആ ഓളം വെട്ടണ സമയത്ത് മീനുകൾ അവിടെ വരും. അപ്പൊ അങ്ങനെ വരുന്ന മീനുകളെ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിളികൾ പറന്നു വരുന്നതെന്നാണ് ബാബുചേട്ടൻ പറഞ്ഞു കേട്ടോ. ഫാബിയനൊക്കെ ബോട്ടിൽ ഇരിക്കണ കണ്ടു കഴിഞ്ഞാൽ എന്തോ രാജകൊട്ടാരത്തിൽ ചാരി കിടക്കണ പോലെ പുള്ളി ശരിക്കും വെള്ളവും ബോട്ടിങ്ങും ഒക്കെ ശരിക്കും ആസ്വദിച്ചു എന്നുള്ളതാണ് സത്യം.
ശരിക്കും ഈ ഒളവപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ക് വാട്ടർ കിടക്കുന്ന ഏരിയനെ അവിടെ മത്സ്യകൃഷിയൊക്കെ ഉണ്ട് കേട്ടോ, കൂട് കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ മത്സ്യകൃഷിയും അതുപോലെ തന്നെ ഈ ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് ശരിക്കും ടൂറിസം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. കോഴിക്കോട് ബീച്ചിൽ വരുന്ന ആ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 കിലോമീറ്റർ ദൂരെ ഈ ഒളവപ്പാറയിലേക്ക് ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പൊ ഞാൻ എക്സാക്ട് കിലോമീറ്റർ എനിക്കറിയില്ല, എന്നിരുന്നാൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ യാത്രക്കാരെയും ഇങ്ങനെ ഈ ഒളവപ്പാറ ഭാഗത്തോട്ടൊക്കെയുള്ള ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിച്ചു കഴിയുകയാണ് ഈ ഒളവപ്പാറ നല്ല സെറ്റപ്പ് ആയിട്ട് വികസിച്ച് നല്ല ടൂറിസ്റ്റ് ഹബ്ബായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. കൊളാപ്പാറയിലുള്ള വേറൊരു അട്രാക്ഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിമീനെ ലൈവായിട്ട് അവർ കൂട്ടിന്ന് പിടിച്ച് നമുക്ക് കറി വെച്ച് തരും. കറി വെക്കണമെങ്കിൽ കറി പുരട്ടി തന്നെ പുരട്ടി, അല്ലെങ്കിൽ മെഴുക്ക് ഇതായിട്ട് മറ്റേ ഇലയെ പൊതിഞ്ഞിട്ടാണെങ്കിൽ ഇലയെ പൊതിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് നമ്മൾ പറയുന്ന രീതിയിൽ അവർ കരിമീനെ സെറ്റാക്കി തരും. അപ്പൊ അങ്ങനെ ആ ഒരു ബോട്ടിങ്ങിൽ കണ്ട ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ, നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ കാണാൻ കിട്ടാത്ത ഒരു സംഭവമാണ് ഇങ്ങനെയുള്ള ഈ കൈവഞ്ചി കാര്യങ്ങളൊക്കെ അല്ലേ. ആ ഒറ്റയ്ക്ക് ഒരു ചേട്ടൻ ആ കുഞ്ഞ് ബോട്ട് എന്നല്ല പറഞ്ഞ വഞ്ചി തുഴഞ്ഞ് അങ്ങ് പോവാണ്. അപ്പൊ നമ്മുടെ ഫാബിയന് അതൊക്കെ ഒരു കൗതുകം ആണ്, കാരണം അവന് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ശരിക്കും കുമരകം ആലപ്പുഴ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ എന്നാ പറയുക, റോട്ടിൽ കൂടെ കാറുകൾ പോകുന്ന പോലെ പുഴയക്കടെ ബോട്ടുകൾ പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ ഒളവപ്പാറയിലും ആ ഒരു സെറ്റപ്പിലോട്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഞങ്ങളുടെ ട്രിപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ജെട്ടിയിൽ നിന്ന് വേറെ ഒരു ബോട്ട് ഫാമിലി, എനിക്ക് തോന്നുന്നത് നമ്മളെ പോലെ ഒരു ഫാമിലി ഒന്നും അല്ല കേട്ടോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരങ്ങനെ എത്തി ഒളവപ്പാറ ശരിക്കും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരും നമ്മളും. യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോ പിള്ളേരായാലും മടുത്തു, ഒരു സൈഡിൽ കയറിയിരുന്നു. പിന്നെ സാധ്യത പറഞ്ഞ പോലെ തന്നെ മടുപ്പായി, അവന് ഇഷ്ടമുള്ള പാട്ട് വെക്കാത്തതിന് വാശിയായി. അങ്ങനെ എന്തായാലും പുള്ളിക്കാരന് നമ്മൾ ബോട്ടിൽ ബാബുചേട്ടന്റെ അടുത്ത്, ബാബുചേട്ടനാണ് ആ ചേട്ടന്റെ പേര്, ആ ചേട്ടന്റെ അടുത്ത് ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവന് വേണ്ടിയിട്ടുള്ള പാട്ടൊക്കെ വെച്ച് കൊടുത്തു. കാര്യം ഈ കോപ്പിറൈറ്റിൻ്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാത്തത് നമ്മുടെ വീഡിയോസിലേ. അപ്പോൾ ഡിയോണെ കൊച്ചും കൂടിയിട്ട് കുറച്ച് നേരം ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. -ഡിഗ്രിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന പയ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്നുകൊണ്ടിരുന്ന മൈനസിൽ താമസിച്ചുകൊണ്ടിരുന്നവനെ കൊണ്ടുവന്ന് 30-35 ഡിഗ്രി ചൂടത്ത് ബോട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവനും മടുത്തു ശരിക്കും പറഞ്ഞു. ചൂട് ശരിക്കും ഈ പറഞ്ഞ പോലെ അവരുടെ AC ഉള്ള ബോട്ട് വേറെ ഉണ്ടായിരുന്നു, പക്ഷേ അത് വലിയ ബോട്ടാണ്, 10-50 പേർക്കോളം യാത്ര ചെയ്യാവുന്ന ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബോട്ട് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതായിരിക്കും, വർക്ക്ഫുള്ളായിരിക്കും. പിന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും ചാർജായി. പുള്ളിക്കാരൻ്റെ പുതിയ സ്റ്റെപ്പുകളൊക്കെ ഇറക്കി തുടങ്ങി. പുള്ളിക്കാരൻ ഗോൾ പാൻസ് ഡാൻസൊക്കെ കളിച്ചു തുടങ്ങി. ഒരു ഭക്തിഗാനമാണ് ഇട്ട് കൊടുത്തേക്കണേ, എന്നാൽ പോലും ഡിയോണ ഡാൻസ് കളിച്ചോളും. അപ്പോൾ അതുകൊണ്ട് ഫാബിയന് കമ്പനിക്ക് പിന്നെ പ്രത്യേകിച്ച് ആളെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളങ്ങനെ ആ ഒരു ട്രിപ്പും കഴിഞ്ഞ് ഒളവപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ബോട്ടിംഗ് സർവീസും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കൃത്യം സെയിം ലൊക്കേഷനിൽ തന്നെ ചേട്ടന്മാർ കൊണ്ടുവന്ന് എത്തിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് വിട്ടുപോവുകയാണ്. കാരണം ഓട്ടപ്പാച്ചിലിന്റെ അടുത്ത് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അടുത്ത ലണ്ടൻ വിശേഷങ്ങളല്ല കേട്ടോ, കേരള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമ്മൾ വീണ്ടും ആ പഴയ മോശം റോട്ടിൽ കൂടെ തന്നെ ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ ഈ മോശം വഴി മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ അന്ന് ഒരു 2-3 കിലോമീറ്റർ അങ്ങ് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളി റോഡിലേക്ക്, നല്ല റബ്ബറൈസ് റോഡിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അപ്പോൾ പിന്നീട് കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പുതുതായിട്ടൊരു ടെമ്പിൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും കുറച്ച് സന്ധ്യയായി. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള പാലം കയറുന്ന സ്ഥലത്ത് അവിടെയും ബ്ലോക്കാണ്. കോഴിക്കോട് ടൗണിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാർ പാർക്ക് ചെയ്ത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഒരു സ്ഥലത്ത് പോയി ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാറ് പാർക്ക് ചെയ്യാനായിട്ട് തന്നെ ഏകദേശം ഞങ്ങൾക്ക് 1 മണിക്കൂറോളം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ കോഴിക്കോട് നോർത്ത് ബീച്ചിൽ നമ്മൾ ചെന്ന് കയറാണ്.
കോഴിക്കോട് നോർത്ത് ബീച്ചിലോട്ട് നമ്മൾ ചെന്ന് കയറുന്ന ഭാഗത്ത് തന്നെ എന്തോ അമ്പലത്തിന്റെ ഉത്സവമാണോ ഇനി ബീച്ചിലെ തിരക്കാണോ എന്നറിയില്ല, വണ്ടി നമുക്ക് ഒരു സ്ഥലത്ത് പോലും പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ നോർത്ത് ബീച്ചിൽ എൻട്രി കയറിയിട്ട് നമുക്ക് സൗത്ത് ബീച്ചിന്റെ എൻഡ് കഴിഞ്ഞിട്ട് എത്രയോ ദൂരത്താണ് നമുക്കൊരു പാർക്കിംഗ് കിട്ടിയത്. അപ്പൊ ആ പാർക്കിങ്ങിൽ ഞങ്ങൾ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് വന്ന് രാത്രിയിലാണെങ്കിൽ പോലും മരണക്കിണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണല്ലോ, നമ്മുടെ ബിഗ് ഡോങ്സിന്റെ ആൽബം ഒക്കെ ഇറങ്ങിയ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സംഭവം. അപ്പൊ അങ്ങനെ ആ ഒരു മരണക്കിണറും ബീച്ചിലുള്ള ആ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാന്ന് കരുതിയിട്ട് ഞങ്ങൾ ആദ്യത്തെ തന്നെ വേഗം തന്നെ ഇത് നിർത്തി. ഒരു രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഷോ നിന്ന് പോകുമല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ഒരു ഷോ കാണാനാണ് ഫസ്റ്റിലേക്ക് തന്നെ കയറിയത് കേട്ടോ. പണ്ടായാലും ഇപ്പോഴായാലും ഒരു മാറ്റവും വരാത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നട്ടപ്പാതിരയ്ക്ക് കോഴിക്കോട് ബീച്ചിൽ ചെന്നാലും പള്ളി പെരുന്നാളിന്റെ പോലെ തിരക്കുണ്ടാവും. അതെന്താണെന്നറിയില്ല, എന്താണെന്നറിയില്ല എന്നല്ല, അത്രയും നല്ല മനുഷ്യരുള്ള നാടാണ് കോഴിക്കോട്. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഒരു സഹകരണവും സ്നേഹവും ഒക്കെ ഉള്ള, എന്താ പറയണേ, എപ്പോഴും കാർണിവലിന്റെ ഒരു പ്രതീതിയാണ്. കൊച്ചിൻ കാർണിവലിലൊക്കെ വർഷത്തിൽ ഒരിക്കൽ പോലെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോഴിക്കോട് എല്ലാ ദിവസവും കാർണിവൽ തന്നെയാണ്. ഫുഡ് കഴിക്കാനായിക്കോട്ടെ, ഫുഡിന്റെ വെറൈറ്റി ആയിക്കോട്ടെ, അങ്ങനെ എന്ത് സംഭവമാണെങ്കിലും കോഴിക്കോട് ഫംഗ്ഷൻ ആഘോഷങ്ങളുടെ രാവുകൾക്ക് ഉറക്കമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കോഴിക്കോട് ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 40 വയസ്സായി, 40 വയസ്സിൻ്റെ അകത്ത് ഒരു 10 വർഷക്കാലം കോഴിക്കോട് ചെലവഴിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം കോഴിക്കോട് നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഏതൊരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എവിടെയാണ് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുക അവനവന്റെ സ്വന്തം നാട്, ജനിച്ച സ്ഥലം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് താമസിച്ച് ഒരു സെറ്റായ ആളുകളോട് വേറെ ജില്ലക്കാരായിട്ടുള്ള എറണാകുളംകാരോ അല്ലെങ്കിൽ തിരുവനന്തപുരംകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് നിൽക്കണോ അതോ തിരുവനന്തപുരത്ത് നിൽക്കണോ അല്ലെങ്കിൽ എറണാകുളത്ത് നിൽക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ സുഖവും സ്നേഹവും ഇതൊക്കെയുള്ള സ്ഥലം കോഴിക്കോട് തന്നെ പറയുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ കോഴിക്കോട്. അപ്പൊ നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് എല്ലാവർക്കും. കോഴിക്കോട് വന്ന് ജീവിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും കോഴിക്കോടിന്റെ ഓർമ്മകൾ ഒത്തിരി ഉണ്ടാവും. നമ്മുടെ ബീച്ചിൽ പുതിയ പുതിയ കുറെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു. വൃത്തി മെയിൻ്റനൻസ് ചെയ്യാനായിട്ട്, മീൻസ് വൃത്തിയോടെ നമ്മുടെ ബീച്ചിനെ സംരക്ഷിക്കാനായിട്ട് വേസ്റ്റ് ബിന്നുകളുടെയൊക്കെ ഒത്തിരി ബിന്നുകൾ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. പാതിരാത്രി 12 മണി വരെയാണ് ഇങ്ങനെയുള്ള കടകളൊക്കെ വർക്കിംഗ്. അപ്പോൾ ആ സമയം വരെ എല്ലാവരും നല്ല സെറ്റായിട്ട്, എന്ന് വെച്ചാൽ ഈ ഒരു റഷ് 12 മണി കഴിഞ്ഞാലുണ്ട്. കടകളൊക്കെ 12 മണി കഴിയുമ്പോൾ അടയ്ക്കുമെന്നാണ് കേട്ടത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് എന്തൊക്കെയോ നിയമങ്ങളൊക്കെ വന്നോണ്ടാട്ടോ ഈ എന്താ പറയുക ബീച്ചിന്റെ സൈഡിലുള്ള ഈ ഉപ്പിലിട്ടൊക്കെ കിട്ടുന്ന കടകളുണ്ടല്ലോ. അപ്പൊ ഫാബിയൻ ഒരു JCB മേടിച്ചു. JCB കൊണ്ടാണ് അവ വന്നത് തന്നെ. അവിടെ മണ്ണ് കോരി അൺലോഡ് ചെയ്യണം വേണ്ടിയിട്ട് പുള്ളിക്കാരൻ അത് കൈ പിടിച്ചോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ശരിക്കും ഫാബിയൻ കോഴിക്കോട് വന്നിട്ടുള്ളത് കൈക്കുഞ്ഞായിട്ടുള്ള സമയത്താണ്. അവൻ നടക്കുന്ന സമയത്ത് കോഴിക്കോട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഡിയോണെ ഞങ്ങളൊക്കെ ആയിട്ട് ഒരു തവണ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വിദേശത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പുള്ളിക്കാരൻ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ മക്കള് വെള്ളത്തിൽ ചാടി. ബീച്ചിൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാല് കഴുകാനോ അല്ലെങ്കിൽ ഒന്ന് ഷവർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെയൊക്കെ കോഴിക്കോട് ബീച്ചിലും കണ്ടില്ല, തിരുവനന്തപുരത്ത് കോവളം ബീച്ചിലും കണ്ടില്ല. അങ്ങനെ അത് ഉള്ളതാണെങ്കിൽ ഒത്തിരി ദൂരെയാണ്. കോഴിക്കോട് ബീച്ച് അങ്ങനെ ഒരു സംഭവം കണ്ടില്ല. ശരിക്കും അതൊക്കെ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബീച്ച് കുറേയോടെ വൃത്തിയും അതുപോലെ തന്നെ കുറച്ചുകൂടെ അട്രാക്റ്റീവായി മാറാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ആളുകൾ വന്നു പോകുന്ന ബീച്ചിൽ അപ്പൊ അത്രയധികം വേസ്റ്റുകളും ജനറേറ്റ് ചെയ്യും. അപ്പൊ ആ വേസ്റ്റുകളെല്ലാം കൃത്യസമയത്തായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കുറേയുടെ മനോഹരമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്തായാലും കോഴിക്കോട് ഒരു സമയത്തും ഉറങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ ജനങ്ങൾ എല്ലാ സമയത്തും ഉണ്ടായിരിക്കും. എന്നാലും നമുക്ക് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലം തേടി യാത്രയാവുകയാണ്. നമ്മുടെ കേരളത്തിലെ യാത്രകൾ തുടരും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക.